അനുമോള് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇപ്പോഴും ഓരോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചോദിക്കും, തങ്കച്ചനെ കാണാറില്ലേ, തങ്കച്ചനെ എന്തിനാ കെട്ടാതെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പോകുന്നതൊക്കെ. അവള് കറക്റ്റ് പക്ക പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അപ്പോൾ ഇന്ന് അവളുടെ ബിഗ് ഡേയിൽ ഭയങ്കര സുന്ദരിക്കുട്ടിയായിട്ട് ഭുവന്റെ കൈ പിടിച്ച് ഇങ്ങനെ ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെ കുറച്ച് ടയേർഡുമാണ്, കാരണം ഇത്രയും ടൈം രാവിലെ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് ആ ഒരു നിമിഷത്തിന്. ഏറ്റവും ഫേവറേറ്റ് കോംബോ അനുവിന്റെ ആരാ? ഓപ്ഷൻ എ അനു തങ്കു, ഓപ്ഷൻ ബി അനു അനീഷ്. വേണ്ടത് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ ജാതകത്തിൽ നിന്നുള്ളത് എനിക്ക് എഴുതി വെച്ചിട്ടുള്ളത്. ഹലോ, ഐ എം മുകേഷ് യാദവ് മാധവ്. അങ്ങനെ അനുമോളുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. പലരും ചിലപ്പോൾ ഞെട്ടലോടെയൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. കാരണം അധികം പേരും അറിഞ്ഞിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും നല്ലൊരു കാര്യം. കുറേ കഷ്ടപ്പെട്ടിരുന്നു, കുറേ സൈബർ ബുള്ളിങ് അനുഭവിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അവിടേക്ക് എടുത്തു പറയേണ്ടത്, ഈ ഒരു സന്തോഷവേളയിലും അനീഷിൻ്റെ പേര് വലിച്ചടയ്ക്കുന്നുണ്ട്. അതായത് അനുമോളുടെ കല്യാണം കഴിഞ്ഞു, അനീഷ് പൊട്ടിക്കരഞ്ഞു എന്നുള്ള രീതിയിലുള്ള കുറേ പോസ്റ്ററുകളും അതുപോലെ തന്നെ കുറേ വാർത്തകളും ഒക്കെ കെട്ടിച്ചമയ്ക്കുന്നുണ്ട്. ആദ്യം അവരോട് എനിക്ക് പറയാനുള്ളത്, അനീഷിന് അതിൻ്റെ ആവശ്യമില്ല. അനീഷ് അങ്ങനെ പൊട്ടിക്കരയുന്നൊരു വ്യക്തിയല്ല. അനീഷ് അങ്ങനെ പൊട്ടിക്കരയുന്ന വ്യക്തി ആയിരുന്നെങ്കിൽ അത് ബിഗ് ബോസിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടേനെ. അവള് കറക്റ്റ് പക്ക പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ സമ്മതിക്കണം. ഷീ ഈസ് റിയലി വെരി സ്ട്രോങ്. കാരണം എന്താ വെച്ചാൽ ഹാർഡ് വർക്കിംഗ്. കാരണം ഇത്രയും ഒരു സമയത്തിനുള്ളിൽ എല്ലാം ഓടിച്ചെന്ന് ഒറ്റയ്ക്ക് ചെയ്ത് ഞങ്ങളും കാണുന്നുണ്ട്. എല്ലാം ഞങ്ങളടുത്ത് കൊച്ചിയിൽ വന്നാലും എല്ലാം സ്വന്തം ചെയ്ത് എല്ലാം തന്നെ സെറ്റാക്കി, വേറെ ആരും അങ്ങനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പം എല്ലാം തന്നെ ചെയ്ത് അടിപൊളിയാക്കി ഞാൻ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. അതും ഇത്രയും പരിപാടിയൊക്കെ അത് ഹാൻഡിൽ ചെയ്ത് സോർട്ട് ചെയ്തെടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അവളുടെ ലൈഫ് അവള് എന്നെ അങ്ങോട്ട് പൊരുതി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖത്ത് കാണുന്ന ഗ്ലോ ബ്ലഷ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അവളുടെ ഈ ഒരു ഹാപ്പിനെസ് കണ്ടതിൽ. ഇനി ത്രൂ ഔട്ട് അവരുടെ ഇപ്പം ഈ കാണുന്ന ഈ ഐശ്വര്യം ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഉള്ളെന്ന് നമ്മൾ ആഗ്രഹിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കറിയാം എത്രത്തോളം അവൾക്ക് ഈ ഒരു മൂമെൻറ്റ് സ്പെഷ്യലാണെന്ന്, നമുക്കും എത്രത്തോളം സ്പെഷ്യലാണെന്നൊക്കെ. അപ്പോൾ ഇതിനു മുമ്പും ഞങ്ങളുടെ സർക്കിളിലുള്ള പലരും ഇതുപോലെ കല്യാണം കഴിച്ചപ്പോൾ അനു പറയും, ചേച്ചി എനിക്കിനി എന്നാ ഇതുപോലെ കല്യാണം കഴിക്കാൻ പറ്റും. അനു ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പം അങ്ങനെ ഒരാളെ, അനുവിനെ പൊന്നുപോലെ നോക്കണ ഒരാളുടെ കയ്യിലേക്ക് അനുവിനെ കൊടുക്കാൻ പറ്റിയപ്പോൾ, അല്ലെങ്കിൽ അനുവിന് അത്രയും നല്ലൊരാളെ കിട്ടിയപ്പോൾ വി ആർ സോ മച്ച് പ്രൗഡ്. അവിടെയൊക്കെ വെറുതെ ഇല്ലാത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടിപ്പൊക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം അങ്ങനെയും കുറച്ച് ഹേറ്റേഴ്സ് അനുവിന് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും കുറച്ച് പേര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, ജോത്സ്യം പറഞ്ഞ പോലെ നമുക്ക് കല്യാണം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിനുള്ളിൽ കല്യാണം പെട്ടെന്ന് പ്രായമൊക്കെ വരികയല്ലേ, കല്യാണം കഴിക്കണ്ടേ. ഇതാരും പറയണേ. അനുവിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന, എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റന്റ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഏറ്റവും ഫേവറേറ്റ് കോംബോ അനുവിന്റെ ആരാ? ഓപ്ഷൻ എ അനു തങ്കു, ഓപ്ഷൻ ബി അനു അനീഷ്. അനു തങ്കു. ശരിക്കും അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും എല്ലാ ഓഡിയൻസിന്റെ മനസ്സിൽ അനു തങ്കു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് അത്ഭുതം. ഇപ്പോൾ സ്റ്റാർ മാജിക് കണ്ടിട്ട് ഇത്രയും വർഷമായില്ലേ, ഇപ്പോഴും ഓരോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചോദിക്കും, തങ്കച്ചനെ കാണാറില്ലേ, തങ്കച്ചനെ എന്തിനാ കെട്ടാതെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പോകുന്നതൊക്കെ. പക്ഷെ തങ്കച്ചേട്ടനെ നമ്മൾ വിളിക്കാറില്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കോമ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കും സ്റ്റാർ മാജിക് തുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ. എനിക്ക് തങ്കു ഇതെന്താ അനീഷ അനു ഇട്ടത്? അവിടേക്ക് ആലോചിക്കേണ്ടത്, ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് 1 വർഷമായി, എന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ഗ്രഡ്ജൊക്കെ വെച്ച് പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്തായാലും അനുവിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വരനെക്കുറിച്ച് അനു തന്നെ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെ കുറച്ച് ടയേർഡുമാണ്, കാരണം ഇത്രയും ടൈം രാവിലെ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് ആ ഒരു നിമിഷത്തിന് 2 days ഞാൻ കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട്. ഭുവനേശ്വർ ഇന്നലെയൊക്കെ ഉറങ്ങി 12 മണി. ഞാനോ? ഞാനാ നമ്മ ഇന്ന് ഒരു ടൈം സാപ്പിട്ടെ. ഇന്നലെ ഒരു ടൈം, ഞാൻ ഇന്നലെ ഒരു ടൈം നൈറ്റ്. ഭുവൻ ഒരു ടൈം ഒരു ചപ്പാത്തി. ഞാനും 2 ചപ്പാത്തി. ഞാൻ 2 ചപ്പാത്തി കഴിച്ചു. അപ്പോൾ നമ്മൾ എന്തിനാ ചപ്പാത്തിൻ്റെ കഥ പറയാനാ? ഓക്കെ. അപ്പോൾ എന്താ പറയാൻ വന്നേ? അങ്ങനെ എന്താ പറയേണ്ടത് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല കേട്ടോ. സത്യമായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടോ? അത്
എന്നെ പരിചയപ്പെടുത്തില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി ഞാൻ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെയാ തമിഴ് മലയാളം എന്നൊക്കെ, അതൊക്കെ വഴിയെ പറയാം. ஃபைனலி ரிவீல் பண்ணிட்டா. நான் ரொம்ப நாளுக்கு அப்புறம் പറഞ്ഞോ, സംസാരിച്ചോ, എന്താ പറയല്ലേ. ഞാൻ ഇപ്പൊ റിവീൽ ചെയ്തു ഇതാണ് ഭുവനേഷ് എന്ന്. ഓക്കെ, അപ്പോൾ மதிடி മതിയടീന്ന്. ഇവിടെയൊക്കെ അനു ഒഫീഷ്യലായിട്ട് ഇപ്പോഴാണ് വരൻ്റെ പേരൊക്കെ പറയുന്നത്. അതിനു മുമ്പ് കല്യാണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്ന അനുവിനെയായിരുന്നു നമ്മൾ കണ്ടത്. അവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇത് ഇത്ര സീക്രട്ടായിട്ട് വെച്ചു, അധികം പേരെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ചോദ്യമൊക്കെ വരും. അവിടേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അനുവിന് നല്ല സൈബർ ബുള്ളിങ് ആണ്. അതുപോലെ തന്നെ അനുവിനെ സ്നേഹിക്കുന്നവരും കുറേ പേരുണ്ട്, ഹെയ്റ്റേഴ്സും കുറച്ച് പേരുണ്ട്. ഒരുപക്ഷെ ഇങ്ങനത്തെ നല്ല കാര്യം നടക്കുന്ന സമയത്ത് കൂടുതൽ ഹെയ്റ്റ് വരണ്ട എന്നുള്ള കാര്യം ആലോചിച്ച് തന്നെ ആയിരിക്കണം അനു അധികം ആരോടൊന്നും ഇത് പറയാത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഒരുപക്ഷെ പ്രൈവസി ആഗ്രഹിക്കുന്നവരുണ്ട്, കുടുംബക്കാരും ബന്ധുക്കളും തൊട്ടടുത്തറിയാവുന്നവരും ഒക്കെ മാത്രമായിട്ട് കല്യാണം കൊണ്ടാടുന്നവരുണ്ട്. അങ്ങനെ ചെയ്തതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അനു എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് വെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെയൊക്കെ അതിനെക്കുറിച്ചും അനു തന്നെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാനിത് രഹസ്യമായിട്ട് വെച്ചു എന്നുള്ള കാര്യം. അതും കൂടെ കേൾക്കുമ്പം പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കല്യാണം നേരത്തെ പറയാത്ത എന്തെന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. പറയാത്തതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് കൊട്ടിക്കോഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പം അറിയില്ല, നമ്മളെ ഇഷ്ടമില്ലാത്ത, എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ഓരോന്നും എഴുതി ഉണ്ടാക്കിയിടുന്നുണ്ടല്ലോ. അപ്പം അത് ശരിയായുള്ള കാര്യമാണ്. അനുവിനെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പലരും ഉണ്ടാക്കിയിടാറുണ്ട്. ഉള്ള കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, ക്രിട്ടിസൈസ് ചെയ്യാം, അനുവിൻ്റെ തെറ്റുകൾ എടുത്തു പറയാം. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ, ഇന്ന് തന്നെ ഞാൻ കണ്ടതാണ് അനുവിൻ്റെ വിവാഹം നടക്കുന്നു, അനീഷ് പൊട്ടിക്കരഞ്ഞു എന്നുള്ള കാര്യം. ഈ അനീഷ് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ എഴുതി പിടിപ്പിക്കുമ്പം അനീഷിനെ സ്നേഹിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. അവരിൽ ചിലർ വേണമെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് കാണാം. അതൊരു ഫാൻ ഫൈറ്റൊക്കെ ആവാൻ ചാൻസ് കൂടുതലുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം അനുമോൾ ഇത് രഹസ്യമായിട്ട് വെച്ചത്. അവിടെയൊക്കെ വരനെക്കുറിച്ചും അധികം ആളുകൾക്ക് അറിയത്തില്ല, എന്നാണ് കല്യാണം നടക്കുന്നതെന്ന് പോലും പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ഉള്ള സന്തോഷം അത് ആ സമയം നമുക്ക് എന്താ പറയണ്ടേ, ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ആദ്യമേ എല്ലാവരുടെയും പറയാണ്ട് അവസാനം റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് ഞാൻ റിവീൽ ചെയ്തത്. നേരത്തെ പറയാത്തത് ഒന്നും വിചാരിക്കരുത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, മോശം വിചാരിക്കുന്ന ആൾക്കാരും, മോശം നടക്കണമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അത് തന്നെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാര്യം. നല്ലത് നടക്കണമെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്, അതുപോലെ തന്നെ മോശം നടക്കണമെന്ന് വിചാരിക്കുന്നവരും കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ളവരുള്ളത് കൊണ്ട് തന്നെയാണ് പലതും രഹസ്യമായിട്ട് വെച്ചിരുന്നത്. ഒരുപക്ഷെ ഇവിടെയൊക്കെ പേര് പോലും നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. ഈ വ്യക്തിയെക്കുറിച്ചും വലിയ ധാരണയൊന്നും ഇല്ലായിരിക്കും. ഫോട്ടോ കണ്ട് തമിഴ്നാട് സ്വദേശിയാണെന്ന് മനസ്സിലായി. ഇനി കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അവിടെയൊക്കെ ഇങ്ങനത്തെ നല്ല കാര്യം നടക്കുമ്പോഴും അതിനെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അവരെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം ഇങ്ങനെ രഹസ്യമായിട്ട് വെച്ചത്. എന്നിരുന്നാലും ലക്ഷ്മി നക്ഷത്രയുടെ ഇൻ്റർവ്യൂവിൽ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു, അനുവിൻ്റെ കല്യാണം ആയിട്ടുണ്ട്, അത് നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ അറിയും, അധികം വൈകാതെ എല്ലാം അറിയുന്നതാണ് എന്ന് ലക്ഷ്മി നക്ഷത്ര തന്നെ പറയുന്നുണ്ട്. അത് അന്ന് ആ ഇൻ്റർവ്യൂ കണ്ടവർക്ക് മനസ്സിലാവും. വേണ്ടത് എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ ജാതകത്തിൽ നിന്നുള്ളത് എനിക്ക് എഴുതി വെച്ചിട്ടുള്ളത്. ജോൾസിന് എപ്പോൾ സിഗ്നൽ വരും? ജോൾസിന് ഇപ്പോൾ ഏകദേശം സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, അത്ര ഇപ്പം നിങ്ങൾ അറിഞ്ഞാൽ മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ തന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനത്തെ ഒരാളെയല്ലേ നമ്മൾ നോക്കുള്ളൂ? അങ്ങനെയൊന്നുമില്ല, ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്റെ അച്ഛനമ്മയും പറയുന്ന പോലെ അല്ലല്ലോ ഞാൻ കേട്ടത്. കേൾക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കും, അല്ലാതെ നീ അഭിനയിക്കേണ്ട, നിർത്തിക്കോന്ന് പറയാൻ അങ്ങനെ പറയില്ല. പറഞ്ഞാലേ നിർത്തത്തില്ല. കാരണം ഇത് ഈ ഒരു ഭാഗ്യമൊക്കെ കിട്ടുന്നത് അത് റെയറായിട്ടേ കിട്ടുള്ളൂ. അല്ല, ഇപ്പോഴുള്ള ജനറേഷനിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അഭിനയിക്കാൻ പോകണ്ട, അഭിനയം നിർത്തുക, ഇല്ലെങ്കിൽ പ്രോഗ്രാം നിർത്തുക, കുടുംബിനിയാകുക എന്നുള്ള പറച്ചിലൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളും കൂടി ജോലിക്ക് പോയാലേ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന തരത്തിലാണ് പല ആണുങ്ങളും ഇപ്പോൾ പറയുന്നത്. അത് നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് കേൾക്കാവുന്നതാണ്. ഒരാളുടെ വരുമാനം കൊണ്ട് ഇപ്പം ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നുള്ളതാണ് പലരും എടുക്കുന്ന തീരുമാനവും. അതുകൊണ്ട് തന്നെ പാർട്ട്ണറിന് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പല ആളുകളും. അതുകൊണ്ട് തന്നെ അനുവിൻ്റെ കരിയറിനെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വ്യക്തിയും കുറേ റീലൊക്കെ ഇടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി എന്താണ് ജോലിയെന്നോ പ്രൊഫഷൻ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലായി. കാരണം അനു പറയുമ്പോൾ അത്ര കംഫർട്ടായിട്ടല്ല ആ വ്യക്തി സംസാരിക്കുന്നത്. അവിടെയൊക്കെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അത് നമുക്ക് ശ്രീനിഷിൻ്റെ കാര്യത്തിലെടുത്ത് നോക്കിയാലും
മനസ്സിലാവും. അപ്പോൾ ദൈവമായിട്ട് നമുക്ക് തന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആയർനട എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഈ ഒരു സ്ഥലത്ത് കളിച്ച് ചിരിച്ച് നടന്ന പെട്ടെന്ന് എനിക്ക് ദൈവമായിട്ട് എനിക്കിങ്ങനൊരു കഴിവ് തരുന്നു. കഴിവെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തു, അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. പിന്നെ അത് നല്ലൊരു സമയമായതുകൊണ്ട്, എൻ്റെ നല്ലൊരു സമയം, എൻ്റെ ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കഴിവ് മാത്രമല്ല ഭാഗ്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ആ ഒരു കഴിവും ഭാഗ്യമൊന്നും ഞാൻ കളയാൻ സമ്മതിക്കത്തില്ല. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമാണ്. അനുവിനെ സംബന്ധിച്ചിടത്തോളം അനു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് സ്ട്രോങ് ആയിട്ടാണ് എടുക്കുന്നത്. ചില കാര്യങ്ങളിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാറുണ്ട്. അത് തന്നെയാണ് ബിഗ് ബോസിൽ നമ്മൾ കണ്ടത്. പലയിടങ്ങളിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അനുവിനെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യം അനുവിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ഭർത്താവിനി അങ്ങനെ പറഞ്ഞാൽ തന്നെ അനുവിൻ്റേതായ തീരുമാനത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അവിടെയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, അനു വന്നത് തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെയാണ്. അതും ഇങ്ങനെ അഭിനയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ സ്റ്റാർ മാജിക്കിലൂടെയാണ് തിളങ്ങിയത്. അന്ന് തങ്കച്ചനുമായിട്ടുള്ള കോംബോ പിടിച്ചായിരുന്നു അനുവിൻ്റെ വളർച്ച തന്നെ ഉണ്ടായത്. പിന്നീട് അതൊരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായി. ഇപ്പോഴും ചിലപ്പോൾ അതൊക്കെ പൊങ്ങി വരാം. തങ്കച്ചന് തേച്ചോളല്ലേടി എന്ന് പറഞ്ഞൊക്കെ കുറേ കമൻറ്റുകൾ എന്തായാലും വരും. അത് കഴിഞ്ഞ് അനീഷിൻ്റെ കാര്യം പറഞ്ഞും പലരും വരും. കാരണം നല്ല സ്ട്രോങ് ആയിട്ടാണ് അനീഷിൻ്റെ ഡിസിഷൻ എടുത്തത്. ഞാൻ ഇവിടം കൊണ്ട് നിർത്തി, ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല, ഇനി ഇതിനെക്കുറിച്ച് ഞാൻ മിണ്ടത്തില്ല, ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു എന്ന നിലയിലാണ് അനീഷ് അതിനെ ക്ലോസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയെ മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെയൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുവിൻ്റെ വരൻ്റെയും അമ്മയുടെയും ഫോട്ടോയാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മുൻപ് ചെയ്തിരുന്ന കുറേ റീലുകളും കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് ആ വ്യക്തിയുടെയാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ എല്ലാവരും പബ്ലിഷ് ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും പല ആളുകളും പല കഥകളും പടച്ചു വിടുന്നുണ്ട്. അതിലൊന്നായിരുന്നു അനീഷ് പൊട്ടിക്കരഞ്ഞു എന്നുള്ള വാർത്ത. എന്തായാലും അനുമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.